CPM നേതാക്കൾക്കെതിരെ സാധാരണ ഉയരാറുള്ള ആരോപണമാണിത്. ഏറ്റവും താഴെത്തട്ട് മുതൽ ഉയർന്ന തലം വരെയുള്ള നേതാക്കളിൽ ധാർഷ്ട്യമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സരസമായി ജനങ്ങളോട് ഇടപെട്ടിരുന്ന നായനാരും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനകീയ നേതാവായ VSും CPMൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. എന്നാൽ അന്നും ഇന്നും ധാർഷ്ട്യത്തിൻ്റെ പേരിൽ ഏറ്റവും ചീത്തപ്പേര് കേട്ടതും കേൾക്കുന്നതും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് കാരണവുമുണ്ട്. എത്രയോ സംഭവങ്ങൾ ഇതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല പ്രയോഗങ്ങളുമൊക്കെയായി പിണറായി എന്നും വാർത്തകളിൽ ഇടം പിടിച്ചു. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും മുഖ്യമന്ത്രി നൽകിയ മറുപടി ധിക്കാരത്തോടെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയേൽക്കാൻ കാരണം സർക്കാരിൻ്റെ ധൂർത്തും ധാർഷ്ട്യവുമാണെന്ന് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് വിമർശിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് വിമർശനത്തെ പിണറായി വിജയൻ നേരിട്ടത്. സർക്കാരിൻ്റെ 3-ാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എന്നതായിരുന്നു ശ്രദ്ധേയം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മുന്നണിക്കുണ്ടിൽ തന്നെ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തിരുവനന്തപുരം യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല. അത് പറയാനുള്ള ആർജവം CPI നേതൃത്വം കാട്ടണമെന്നുമാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കൺവീനർ BJP നേതാവിനെ കണ്ടതും തിരിച്ചടിയായി. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് ഇരു യോഗങ്ങളിലും ഉയർന്നത്. മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് ആലപ്പുഴ യോഗത്തിലെ വിമർശനം. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ്സാണ് മികച്ചതെന്ന് ജനങ്ങൾ ചിന്തിച്ചു. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPMൽ ആർക്കും ധൈര്യമില്ല. പരനാറി പ്രയോഗം പോലുള്ള പരാമർശങ്ങളാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി നടത്തുന്നത്. മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറല്ലെന്ന് ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെയുള്ള വിമർശനത്തിലൂടെ വ്യക്തമായി. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ അംഗങ്ങൾ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസ് വോട്ട് മാത്രമല്ല, ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും BJPയിലേക്ക് പോയിട്ടുണ്ടെന്നും ചർച്ചയ്ക്കിടെ ചില അംഗങ്ങൾ ഉന്നയിച്ചു. തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ ഇപ്പോഴും മാറാത്ത ചില സംശയങ്ങളുണ്ടെന്നും ചർച്ചയിൽ ചിലർ വ്യക്തമാക്കി. CPM പ്രവർത്തകർ തന്നെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാജ്യം കടന്നുപോയത്. ഇടതുപക്ഷത്തിനും വളരെ നിർണായകമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായ കേരളത്തിലേറ്റ കനത്ത തിരിച്ചടിയുടെ കാരണം കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനു പകരം വിവരദോഷികൾ പോലുള്ള പ്രയോഗങ്ങളിലൂടെ വീണ്ടും പാർട്ടിയെയും മുന്നണിയെയും പ്രതിക്കൂട്ടി നിർത്തുകയാണ് പിണറായി എന്നാണ് ചിലർ ചോദിക്കുന്നത്.